The pleasure of rain. മഴയിലെ സന്തോഷം. The house, the only one in the whole valley, sat on the crest of a low hill. The house, അപ്പോൾ ഒരു വീടിനെ പറ്റിയാണ് പറയുന്നത്. The only one in the whole valley, അതായത് ആ താഴ്വാരത്തിൽ ഒരേ ഒരു വീട് മാത്രമേ ഉള്ളായിരുന്നു. Sat on the crest of a low hill, ആ ഒരു ചെറിയ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ വീട് ഇരുന്നിരുന്നത്. From this height one could see the river and the field of ripe corn dotted with flowers that always promised a good harvest. അപ്പം ഈ ഒരു ഹൈറ്റ്, അതായത് നല്ല ഹൈറ്റിലാണല്ലേ, കുന്നിൻ്റെ ഏറ്റവും ഹൈറ്റിലാണ്. അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തൊക്കെ കാണാം? താഴത്തെ നദി കാണാം അല്ലേ. വൺ കുഡ് സീ ദ റിവർ ആൻഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ, അതായത് ധാന്യങ്ങളുടെ അല്ലേ വിളവ് പാകമായ ധാന്യങ്ങൾ കാണാമായിരുന്നു അല്ലേ. ചോളവും അങ്ങനെയുള്ള ധാന്യങ്ങൾ കാണാമായിരുന്നു. ഡോട്ടഡ് വിത്ത് ഫ്ലവേഴ്സ്, നിറഞ്ഞ അതിൽ പൂക്കളായിരുന്നു. ദാറ്റ് ഓൾവേസ് പ്രോമിസ്ഡ് എ ഗുഡ് ഹാർവെസ്റ്റ്, എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ വട്ടവും നല്ല വിളവ് തരുന്ന ഒരുപാട് വിളവ് പ്രായമായ അല്ലെങ്കിൽ പാകമായ ധാന്യങ്ങൾ നമുക്ക് വയലിൽ കാണാൻ കഴിയുമായിരുന്നു. The only thing the earth needed was a downpour or at least a shower. അപ്പം എന്തായിരുന്നു, ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ എന്തായിരുന്നു ആവശ്യം? ഡൗൺ പോർ എന്ന് പറഞ്ഞാൽ ഒരു കനത്ത മഴയായിരുന്നു, അല്ലെങ്കിൽ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ, അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴയെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ മഴ പെയ്തിട്ട് കുറേ നാളായി. Throughout the morning, Lenjo had done nothing else but look at the sky towards the northeast. അപ്പം ഈ ലൈനിൽ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ആരാണ്? ലെഞ്ചോ. ഓക്കെ. ത്രൂ ഔട്ട് ദ മോർണിംഗ്, അതായത് രാവിലെ മുതൽ ലെഞ്ചോ ഒന്നും ചെയ്തില്ല. ഹാഡ് ഡൺ നത്തിങ് ബട്ട് ലുക്ക് അറ്റ് ദ സ്കൈ ടുവേർഡ്സ് ദ നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് അല്ലേ. വടക്ക് കിഴക്കേ ഭാഗത്ത് ആകാശത്തേക്ക് നോക്കി അദ്ദേഹം ഇരിക്കുകയാണ്. വേറെ ഒന്നും തന്നെ അദ്ദേഹം രാവിലെ തൊട്ട് ചെയ്തിട്ടില്ല. Now we are really going to get some rain, woman, he said. അദ്ദേഹം ഒരു സ്ത്രീയോട് പറയണം, ഇപ്പം നമുക്ക് കുറച്ച് നല്ല മഴ ലഭിക്കും അല്ലേ. അപ്പോൾ വിളവിനൊക്കെ നല്ല മഴ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ട് കുറേ നാളായെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പം ലെഞ്ചോ ഒരു സ്ത്രീയോട് പറയുകയാണ്, ഇന്ന് നമുക്ക് കുറച്ച് മഴ കിട്ടും. The woman who was preparing supper replied, yes, God willing. അപ്പം ഈ സ്ത്രീ എന്തായിരുന്നു? അത്താഴം തയ്യാറാക്കുകയായിരുന്നു. അവരപ്പോൾ പറഞ്ഞു, അതെ, ദൈവത്തിൻ്റെ കൃപയാൽ മഴ പെയ്യും എന്നാണ് അവരും പറയുന്നത് അല്ലേ. ഡ്യൂറിങ് ദ മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ സപ്പർ ഉണ്ടാക്കിയായിരുന്നു അവരല്ലേ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? വലിയ മഴ തുള്ളികൾ വീഴാൻ തുടങ്ങി അല്ലേ. ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ, മഴയുടെ വലിയ വലിയ മഴത്തുള്ളികൾ താഴെ വീഴാൻ തുടങ്ങി. ഹ്യൂജ് മൗണ്ടെയിൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. വലിയ പർവ്വത നിര പോലെയുള്ള മേഘങ്ങൾ കാണാൻ തുടങ്ങി അല്ലേ. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. വായുവൊക്കെ, അന്തരീക്ഷം വളരെ ഫ്രഷും അതുപോലെ നല്ല സ്വീറ്റും ഒക്കെ അല്ലേ. മഴ പെയ്യുമ്പോൾ അന്തരീക്ഷം കുറച്ചുകൂടി നല്ല ഫ്രഷ് ആവും. ലെഞ്ചോ വെൻറ്റ് ഔട്ട് ടു ഹാവ് ദി പ്ലഷർ ഓഫ് ഫീലിംഗ് ദ റെയിൻ ഓൺ ഹിസ് ബോഡി. അപ്പോൾ ലെഞ്ചോ എന്ത് ചെയ്തു? ലെഞ്ചോ അകത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു അല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? പുറത്തു പോയി അദ്ദേഹത്തിൻ്റെ ദേഹത്തിങ്ങനെ മഴ വീഴുന്നത് ആസ്വദിച്ചു അല്ലേ. കുറേ നാളെ അവിടെ മഴ പെയ്തിട്ട്. ദീസ് ആറൻറ്റ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഫ്രം ദ സ്കൈ. ഇതെന്താണ്? മഴത്തുള്ളികളല്ല അല്ലേ. ദീസ് ആറൻറ്റ് റെയിൻ ഡ്രോപ്സ്. ഇത് ആകാശത്തുനിന്ന് വരുന്ന മഴത്തുള്ളികളല്ല. ഫാളിങ് ഫ്രം ദ സ്കൈ. ദേ ആർ ലൈക്ക് ന്യൂ കോയിൻസ്. പുതിയ നാണയങ്ങൾ പോലെയാണ്. ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ്. പറയുന്നത് റെയിൻ ഡ്രോപ്സ്, വലിയ റെയിൻ ഡ്രോപ്സ് ആകാശത്തിന് താഴേക്ക് വീഴുന്നതല്ല. നാണയങ്ങളാണല്ലേ. അതായത് 5-ൻ്റെയും 10-ൻ്റെയൊക്കെ പുതിയ നാണയങ്ങൾ പോലെയാണെന്ന്. സോ നെക്സ്റ്റ് സെഷനിലേക്ക് പോവുകയാണ്, എ നൈറ്റ് ഓഫ് സോറോ. സോ ഫസ്റ്റ് സെഷൻ നമ്മൾ എന്താണ് കണ്ടത്? ഇവർ കുന്നിൻ്റെ വളരെ മുകളിൽ താമസിക്കുന്ന ഒരു വീട് അല്ലേ, താഴ്വാരത്തിലുള്ള ഒരു വീടിനെ പറ്റിയും ആ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന ധാന്യങ്ങളുടെ പാടത്തെ പറ്റിയും അതുപോലെ നദിയെ പറ്റിയും പറഞ്ഞു അല്ലേ. അതുപോലെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അവിടെ മഴ പെയ്തിട്ട് കുറേ നാളെ അവർ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ മഴ പെയ്തതിനെ പറ്റിയാണ് ഫസ്റ്റ് സെഷനിൽ പറഞ്ഞത്. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം, എ നൈറ്റ് ഓഫ് സോറോ. സോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം. അപ്പം സങ്കടത്തിൻ്റെ രാത്രി. എന്താണ് സങ്കടം നമുക്ക് നോക്കാം.
He looked at the field of ripe corn with its flowers wrapped in a curtain of rain. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പാടത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നല്ലേ. ഓഫ് റൈപ്പ് കോൺ, അതായത് വിളഞ്ഞു പഴുത്ത ധാന്യങ്ങളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അതിൻ്റെ പൂക്കളൊക്കെ എന്തായിരുന്നു? മഴ എന്ത് ചെയ്തു? ഒരു തിരശ്ശീല പോലെ ഇങ്ങനെ ചുറ്റും അതിനെങ്ങനെ മൂടി. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻഡ് ബിഗാൻ ടു ബ്ലോ. പെട്ടെന്ന് എന്തു പറ്റി? അതിശക്തമായ ഒരു കാറ്റ് വീശാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. ഹെയിൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിപ്പഴമാണ് കേട്ടോ. അപ്പം എന്താണ്? വളരെ വലിയ ആലിപ്പഴങ്ങൾ വീഴാൻ തുടങ്ങി. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ എക്സ്ക്ലെയിംഡ് ലെഞ്ചോ. ലെഞ്ചോ പറഞ്ഞു, അയ്യോ ഇത് വളരെ മോശമാണ്, വളരെ നാശം സംഭവിക്കാൻ പോകുന്നു അല്ലേ, ഇത് ഒരിക്കലും നല്ലതല്ല. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. അപ്പോൾ കുറച്ച് മുമ്പ് എന്താണ് അവർ മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ലെഞ്ചോ പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. എത്രയും വേഗം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു അല്ലേ. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. പക്ഷേങ്കിൽ ലെഞ്ചോ അങ്ങനെ പറഞ്ഞെങ്കിലും അത് പെട്ടെന്നൊന്നും തന്നെ പോയില്ല. It hailed for an hour on the house, the garden, the hillside, the cornfield and the whole valley. അതൊരു മണിക്കൂറോളം എന്ത് ചെയ്തു? അങ്ങനെ ഒരു കൽമഴ പെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. എവിടെയൊക്കെ? വീട്ടിലും ഗാർഡൻ പൂന്തോട്ടത്തിലല്ലേ. ഹൗസ് വീട്ടിൽ, ഗാർഡൻ പൂന്തോട്ടത്തിൽ, ദ ഹിൽ സൈഡ് കുന്നിൻ ചരിയിൽ, കോൺഫീൽഡ് ധാന്യങ്ങളുടെ നമ്മുടെ ചോളമൊക്കെ നിൽക്കുന്ന ഒരു പാടത്ത്, ആൻഡ് ദ ഹോൾ വാലി മുഴുവൻ താഴ്വാരത്തിനും 1 മണിക്കൂറോളം ഈ കൽമഴ പെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട്. പാടമൊക്കെ എങ്ങനെയായിരുന്നു? വയലൊക്കെ എന്ത് ചെയ്തു? വെളുത്തിരുന്നു അല്ലേ. ഉപ്പ് വിതറി, എല്ലാം ഉപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നില്ല. എന്താണ് ഈ കൽമഴയും ആലിപ്പഴം കാരണം? നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദി ട്രീസ്. ഒരു മരത്തിൽ പോലും ഒരു ഇല പോലും നിലനിന്നില്ല. അത്രയ്ക്ക് ശക്തമായ കൽമഴയാണ് പെയ്തത്. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ധാന്യങ്ങളെല്ലാം നശിച്ചു പോയി. ദ ഫ്ലവേഴ്സ് ആർ ഡിസപ്പിയർഡ് ഫ്രം പ്ലാന്റ്സ്. പൂക്കളെല്ലാം എന്ത് ചെയ്തു? ഈ സസ്യങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന് ഡിസപ്പിയർഡ് കാണാതായി. ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. അദ്ദേഹം ഭയങ്കര വിഷമം തോന്നിയില്ല. അദ്ദേഹത്തിന് മനസ്സിൽ വളരെയധികം സങ്കടം തോന്നി. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. രാത്രി വളരെ വിഷമത്തിൻ്റെ ഒരു രാത്രിയായിരുന്നു അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ ധാന്യങ്ങൾ, അദ്ദേഹം നട്ടുവളർത്തിയ ധാന്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് ധാന്യങ്ങളൊന്നും തന്നെ കാണില്ല. ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. നമ്മളെല്ലാവരും ഈ വർഷം എന്ത് ചെയ്യും? പട്ടിണി കിടക്കേണ്ടി വരും. ബട്ട് ഇൻ ദ ഹേർട്ട് ഓഫ് ഓൾ ഹു ലീവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് ദർ വാസ് എ സിംഗിൾ ഹോപ്പ്, ഹെൽപ്പ് ഫ്രം ഗോഡ്. അപ്പം ഏകാന്തമായ വീട്ടിൽ താമസിച്ചിരുന്ന എല്ലാവരുടെ മനസ്സിൽ എന്താണ്? ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു അല്ലേ. ഒരു സിംഗിൾ ഹോപ്പ്, ഒരേ ഒരു പ്രത്യാശ മാത്രമേ. എന്താണ്? ഹെൽപ്പ് ഫ്രം ഗോഡ്. ദൈവം നമ്മളെ രക്ഷിക്കുമെന്നുള്ളത്. ഓൾ ദോ ദ നൈറ്റ് ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ദിസ് വൺ ഹോപ്പ് ഗോഡ്. ഈ രാത്രി മുഴുവൻ ലെഞ്ചോ എന്താണ്? ഇതിനെക്കുറിച്ച് മാത്രമാണ് വിചാരിച്ചത്. എന്താണ്? ദൈവത്തിൻ്റെ സഹായം അല്ലേ. ഒരേ ഒരു പ്രത്യാശയുള്ളവരുടെ മനസ്സിലെന്താണ്? ദൈവം സഹായിക്കും. അതുപോലെ ലെഞ്ചോ ഓൾ ത്രൂ ദ നൈറ്റ്, അദ്ദേഹം രാത്രി മുഴുവൻ ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ദിസ് വൺ ഹോപ്പ് ഗോഡ്. ഈ ഒരേ ഒരു പ്രത്യാശയെ പറ്റി മാത്രമാണ് അവർ ചിന്തിച്ചത്. ലെഞ്ചോ ചിന്തിച്ചത് ആരാണ്? ദൈവത്തെ പറ്റി. സോ അടുത്ത നെക്സ്റ്റ് സെഷനാണ് അടുത്ത പോസ്റ്റ് ഓഫീസ്. എന്താണ് ലെഞ്ചോ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ അവരുടെ വീടിനെ പറ്റിയും അവർ മഴ കാത്തിരിക്കുന്നതിനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ സെഷനിൽ മഴ വന്നിട്ട് അവരുടെ ധാന്യങ്ങളെല്ലാം നശിച്ചു പോയതിനെ പറ്റി പറഞ്ഞു. വളരെ വിഷമിച്ചിരിക്കുകയാണല്ലേ വീട്ടുകാരൊക്കെ. നെക്സ്റ്റാണ് അടുത്ത പോസ്റ്റ് ഓഫീസ്. ലെഞ്ചോ വാസ് എൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് എൻ ആനിമൽ ഇൻ ദ ഫീൽഡ്. അദ്ദേഹം എന്താണ്? വളരെ കഠിനാധ്വാനിയാണ് അല്ലേ. ഒരു മൃഗത്തെ പോലെ അല്ലേ, ഒരു കാളയെ പോലെ എന്താണ് വയലിൽ പണിയെടുക്കുന്ന ആളാണ് ലെഞ്ചോ. സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. പക്ഷേ അങ്ങനെ പണിയൊക്കെ എടുത്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാണെങ്കിലും എന്താണ്? അദ്ദേഹത്തിന് എഴുതാനൊക്കെ അറിയാമല്ലേ. ദ ഫോളോവിങ് സൺഡേ, അതായത് അടുത്ത ഞായറാഴ്ച അറ്റ് ഡേ ബ്രേക്ക്, പുലർച്ചെ, ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കത്ത് എഴുതാൻ തുടങ്ങി. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് ആർക്കുള്ള കത്തായിരുന്നു? ഇറ്റ് വാസ് എ ലെറ്റർ ടു ഗോഡ്. ദൈവത്തിനുള്ള കത്തായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഡിയർ ഗോഡ്,
ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ദൈവമേ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം പട്ടിണിയാകും. I need 100 pesos in order to sow my field again and to leave until the crop comes. Because of the hailstorm you sent, everything is lost. Hopefully waiting, Lenjo. So, അദ്ദേഹം ദൈവത്തിനൊരു കത്തെഴുതി അല്ലേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ദൈവമേ നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയാകും ഈ വർഷം. എനിക്ക് എന്ത് ചെയ്യണം? ഐ നീഡ് 100 pesos. നീ എനിക്കൊരു 100 pesos അയച്ചു തരണം അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? സോ മൈ ഫീൽഡ് അഗൈൻ. എനിക്കെൻ്റെ പാടമൊക്കെ ഒന്നുകൂടി വിതയ്ക്കാൻ വേണ്ടി, വിത്ത് വിതയ്ക്കാൻ വേണ്ടി. ആൻഡ് ടു ലീവ് അണ്ടിൽ ദ ക്രോപ്പ് കംസ്. ഈ വിത്ത് മുളച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കഴിക്കാൻ ആഹാരമുള്ളൂ. അത് വരുന്നിട വരെ എനിക്ക് ജീവിക്കാൻ വേണ്ടി നീ എന്ത് തരണം? 100 pesos തരണം. ഈ പിസോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നാണയമാണ് കേട്ടോ. നമ്മളുടെ റുപ്പി, നമ്മളുടെ കോയിൻസൊക്കെ പോലെ അവരുടെ ഒരു നാണയമാണ്. സോ ഒരു 100 pesos ആണ് നമ്മളുടെ ലെഞ്ചോ ഗോഡിനോട് ചോദിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ ഹെയിൽ സ്റ്റോം യൂസ്. എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ക്രോപ്പ് നഷ്ടമായത്? നീ അയച്ച മഴ കാരണമാണ് അല്ലേ. ദൈവം അയച്ച ഈ മഴ കാരണമാണ്, ഈ കൽമഴ കാരണമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. എവ്രിതിങ് ഈസ് ലോസ്റ്റ്. അതുകൊണ്ട് തന്നെ നീ എനിക്കൊരു 100 pesos അയച്ചു തരണമെന്നാണ് ലെഞ്ചോ ആരോട് പറയുന്നത്? ദൈവത്തിനോട്. ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആരാണ്? ലെഞ്ചോ. സോ ഹീ റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ് ആൻഡ് വെന്റ് ടു ദി ടൗൺ. അദ്ദേഹം എന്ത് ചെയ്തു? കവറിലല്ലേ, ഈ കത്തൊരു കവറിനകത്തിട്ടു. ആ കവറിൻ്റെ മുകളിൽ ടു ഗോഡ്, ദൈവത്തിനെന്ന് എഴുതുകയും ചെയ്തു. അറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഹി പേസ്റ്റഡ് എ സ്റ്റാമ്പ് ഓൺ ദ ലെറ്റർ ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ദി മെയിൽ ബോക്സ്. പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇതൊരു ലെറ്റർ ഒരു മെയിൽ ബോക്സിലിട്ട് ഒരു സ്റ്റാമ്പ് എടുത്ത് ഒട്ടിച്ചതിന് ശേഷം അല്ലേ, പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാമ്പ് വാങ്ങിച്ച് ലെറ്ററിൽ ഒട്ടിച്ചതിന് ശേഷം അദ്ദേഹം അത് മെയിൽ ബോക്സിലിട്ടു. ദ പോസ്റ്റ് മാൻ വെന്റ് ടു ഹിസ് ബോസ് ലാഫിങ് ഹേർഡ്ലി. അപ്പം ഈ കത്തൊക്കെ ഈ മെയിൽ ബോക്സിൽ നിന്ന് ആരാണ് എടുക്കുന്നത്? പോസ്റ്റ് മാനാണ് അല്ലേ. അപ്പോൾ പോസ്റ്റ് മാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് പോയി. അതാരാണ്? പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി, ചിരിച്ചുകൊണ്ട് അല്ലേ, വളരെ ചിരിച്ചുകൊണ്ട് പോയി. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ പോസ്റ്റ് മാസ്റ്ററിനെ ഈ ദൈവത്തിന് ആരോ കത്തയച്ചേക്കുന്നത് കാണിച്ചു. ദ പോസ്റ്റ് മാസ്റ്റർ ഓൾസോ ബ്രോക്ക് ഇൻ ടു ലാഫ് അല്ലേ. അദ്ദേഹവും പോസ്റ്റ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ബോസും ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആർക്കായാലും ചിരി വരും അല്ലേ, ദൈവത്തിനൊരു കത്തയക്കുന്നത് നമ്മൾക്കായാലും ചിരി വരില്ലേ. അപ്പോൾ അദ്ദേഹവും ചിരിക്കാൻ തുടങ്ങി. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹീ ടേൺ സീരിയസ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് സീരിയസ് ആയി. വാട്ട് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശ്വാസം അല്ലേ. എന്ത് വിശ്വാസമാണല്ലേ. ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കത്തെഴുതിയ ആളുടെ അത്രയും വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. ആരാണ്? പോസ്റ്റ് മാസ്റ്റർ ചിരിയൊക്കെ നിർത്തിയിട്ട് പറയുകയാണ് അല്ലേ. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. എന്താണ്? ദൈവവുമായിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. സെൻഡ് എ റിപ്ലൈ ടു ലെഞ്ചോ ഫ്രം ഗോഡ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? ഒരു ഐഡിയയും കൊണ്ട് വന്നു. എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് ലെഞ്ചോയ്ക്ക് ഒരു റിപ്ലൈ കൊടുക്കാം. ദൈവം തന്നതാണ് എന്നുള്ള രീതിയിൽ ലെഞ്ചോയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിപ്ലൈ കൊടുക്കാം. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. പക്ഷേ ഈ ലെറ്റർ നമുക്ക് നേരിട്ട് അയക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? ലെഞ്ചോ ഒരു 100 pesos ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ, നാണയങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേപ്പറും മഷിയും മാത്രം പോരാ അല്ലേ, കുറച്ച് പൈസ കൂടി വേണം അല്ലേ. സോ എന്ത് ചെയ്തു? ഹീ ടുക്ക് എ കളക്ഷൻ ഫ്രം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിലെ എല്ലാ ജോലിക്കാരുടെ കയ്യിൽ നിന്ന് കുറച്ച് നാണയങ്ങളായിട്ട് അദ്ദേഹം വാങ്ങി. ഹി ഹിംസെൽഫ് ഗേവ് എ പാർട്ട് ഓഫ് ഹിസ് സാലറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും കുറച്ച് പൈസ എന്ത് ചെയ്തു? നമ്മുടെ ലെഞ്ചോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ബട്ട് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു പുട്ട് ടുഗദർ 100 pesos. പക്ഷെ ഒരു 100 pesos ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലും ഇല്ലായിരുന്നു. അദ്ദേഹം എല്ലാ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു, അദ്ദേഹത്തിൻ്റെ സാലറി നിന്ന് എടുത്തു. പക്ഷേ എങ്കിലും അത് 100 തികഞ്ഞില്ല. ഹി വാസ് ഏബിൾ ടു സെൻഡ് ദ ഫാമർ ഓൺലി 70 pesos. അദ്ദേഹം 70 pesos മാത്രമേ അദ്ദേഹം എന്ത് ചെയ്തുള്ളൂ? ലെഞ്ചോയ്ക്ക് അയക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ.
ഹീ പുട്ട് ദ മണി ഇൻ ആൻ എൻവലപ്പ് അഡ്രസ് ടു ലെഞ്ചോ. ലെഞ്ചോയുടെ അഡ്രസ്സിൽ എഴുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കവറിൽ ഈ പൈസ ഇട്ടു. ഹീ സെൻഡ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി എ സിഗ്നേച്ചർ ഗോഡ്. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു ലെറ്റർ കൂടി എഴുതി. ലെഞ്ചോ ഇങ്ങോട്ടൊരു കത്ത് എഴുതിയ പോലെ തിരിച്ച് പോസ്റ്റ് മാസ്റ്ററും ഒരു കത്ത് എഴുതി. പക്ഷെ അതിൽ വേറൊന്നുമില്ല, അതിനൊരു സിഗ്നേച്ചർ, ഒരു ഒപ്പ് മാത്രമേ ഉള്ളായിരുന്നു. എന്തായിരുന്നു? ഗോഡ് എന്നുള്ളൊരു ഒപ്പ് മാത്രമേ ഉള്ളായിരുന്നു. സോ നെക്സ്റ്റ് സെഷനിൽ ഗോഡ് റിപ്ലൈസ് ആണ് അല്ലേ, ദൈവം തിരിച്ച് എന്താണ് റിപ്ലൈ കൊടുക്കുന്നത് ലെഞ്ചോയ്ക്ക് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഡേ ലെഞ്ചോ വെൻ ടു ദ പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ. പിറ്റേ ദിവസം ലെഞ്ചോ രാവിലെ തന്നെ എന്ത് ചെയ്തു, പോസ്റ്റ് ഓഫീസിലേക്ക് വന്നു. ഹി ആസ്ക് ദ പോസ്റ്റ് മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. ലെഞ്ചോ എന്ത് ചോദിച്ചു, പോസ്റ്റ് മാനോട് ചോദിച്ചു, എനിക്ക് വല്ല കത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. ദ പോസ്റ്റ് മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. ഈ പോസ്റ്റ്മാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തു. ദ പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദി ഡോർ വേ ഓഫ് ഹിസ് ഓഫീസ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എന്താണ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ കതകിൻ്റെ മറവിൽ നിന്ന് ലെഞ്ചോയെ ഇങ്ങനെ നോക്കുകയാണ്. അത് ഇദ്ദേഹം എന്താണ് ഈ കത്ത് വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന്. ലെഞ്ചോ ഷോവ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി, സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. അപ്പം ലെഞ്ചോ എന്താണ്, ഒരു ചെറിയ ഒരു അത്ഭുതം പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും കണ്ടില്ല. ഹി ബിക്കം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. അപ്പോൾ അദ്ദേഹം അത്രത്തോളം കോൺഫിഡൻസിലായിരുന്നു ദൈവം പൈസ അയക്കുന്നില്ല. അദ്ദേഹത്തിന് ചെറിയൊരു അത്ഭുതം പോലും മുഖത്ത് കണ്ടില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്, അദ്ദേഹം ദേഷ്യപ്പെട്ടു അല്ലേ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം വന്നു. എപ്പോഴാണ് അദ്ദേഹം ഈ പൈസേഴ്സ് എണ്ണി നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. God could not have made a mistake. ദൈവം എന്തായാലും ഒരു തെറ്റ് ചെയ്യുന്ന, ദൈവം തെറ്റൊന്നും ചെയ്യാത്ത ആളാണല്ലേ. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെൻഡ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ എ പേപ്പർ ആൻഡ് ഇങ്ക്. അപ്പോൾ ലെഞ്ചോ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ലെഞ്ചോ ജനലിൻ്റെ അടുക്ക് ചെന്നിട്ട് ഒരു പേപ്പറും കുറച്ച് ഇങ്കും വാങ്ങി. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം, എല്ലാവരും ഈ കത്തൊക്കെ എഴുതാനൊരു പബ്ലിക് സ്ഥലമുണ്ട്, അവിടെ പോയി ഇരുന്നിട്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെൻ ടു വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. കത്തെഴുതിയതിനു ശേഷം അദ്ദേഹം ജനലിൻ്റെ അടുത്ത് വീണ്ടും പോയി ഒരു സ്റ്റാമ്പ് വാങ്ങി. He licked the stamp and then affixed it on the envelope with the thumb of his fist. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം തുപ്പൽ ഉപയോഗിച്ചല്ലേ, അദ്ദേഹത്തിൻ്റെ തുപ്പൽ ഉപയോഗിച്ച് അദ്ദേഹം ആ സ്റ്റാമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുഷ്ടി വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. The moment the letter fell into mail box, the postmaster went to open it. അപ്പം ലെഞ്ചോ ഈ കത്തിട്ടതിന് ശേഷം ഉടനെ ലെഞ്ചോ തിരിച്ചു പോയപ്പോൾ തന്നെ എന്ത് ചെയ്തു, പോസ്റ്റ് മാസ്റ്റർ ഓടി വന്നിട്ട് കത്ത് തുറന്നു. അപ്പോൾ എന്തായിരുന്നു കത്തിൽ നിന്ന് നമുക്ക് നോക്കാം. മെർസിഫുൾ ഗോഡ്, മെർസി എന്ന് പറഞ്ഞാൽ കരുണയുള്ള അല്ലേ, കരുണയുള്ള ദൈവമേ. ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ഡ് ഫോർ ഓൺലി 70 pesos റീച്ച് മീ. എന്താണ്, ഞാൻ നിന്നോട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടിരുന്നു അല്ലേ, അതിൽ 70 pesos മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ്. ബാക്കിയുള്ളതുകൂടെ എനിക്ക് അയക്കുക. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി. എനിക്കത് വളരെയധികം ആവശ്യമുണ്ട്, എനിക്ക് നീ അത് അയച്ചേ പറ്റൂ. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ. എന്താണ്, എനിക്ക് കത്ത് വഴി നീ അത് അയക്കരുത്. ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ സച്ച് എ ബഞ്ച് ഓഫ് ക്രൂക്സ്. എന്താണ് പറയുന്നത്, നീ എനിക്കത് മെയിൽ വഴി അയക്കണ്ട. എന്താണ് കാരണം, ഈ പോസ്റ്റ് ഓഫീസിലുള്ളവർ എന്താണ്, വഞ്ചകന്മാരാണെന്നല്ലേ. ലെഞ്ചോ അറിഞ്ഞില്ല അല്ലേ, ഈ പോസ്റ്റ് ഓഫീസിലുള്ള നല്ലവരായ മനുഷ്യരാണ് ഇദ്ദേഹത്തിന് പൈസ അയച്ചതെന്നൊന്നും അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം വിചാരിച്ച എന്താണ്, ദൈവം അയച്ച പൈസയിൽ നിന്ന് ഈ 100 pesos നിന്ന് എന്താണ് ഈ 70 pesos മാത്രമേ കിട്ടുള്ളൂ, ബാക്കി 30 ഈ പോസ്റ്റ് ഓഫീസിലുള്ളവർ എടുത്തെന്നാണ് ലെഞ്ചോയുടെ വിചാരം അല്ലേ. അതല്ലാതെ ഈ പാവപ്പെട്ട പോസ്റ്റ് ഓഫീസിലെ വർക്കേഴ്സ് എല്ലാം കൂടെ ആണ് അദ്ദേഹത്തിന് പൈസ കൊടുത്തതെന്നുള്ള കാര്യം ലെഞ്ചോയ്ക്ക് അറിയില്ല. സോ ഇതായിരുന്നു നമ്മുടെ സ്റ്റോറി. ഗ്രിഗറിയോ ലോപ്പസ് എഴുതിയതാണ് നമ്മളുടെ സ്റ്റോറി, എ ലെറ്റർ ടു ഗോഡ് എന്നുള്ളത്.